മക്കളെ, ഇന്ന് നമ്മൾ ബാബ ഓർ ബാബ കി ചടി എന്ന കവിതയാണ് നോക്കാൻ പോകുന്നത്. ഗുൽസാറാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. വളരെ മനോഹരവും ലളിതവുമായ കവിതയാണ് ബാബ ഓർ ബാബ കി ചടി. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കവിതയാണിത്. ബാബ ഓർ ബാബ കി ചടി എന്ന് പറഞ്ഞാൽ ബാബയും ബാബയുടെ വടിയും. ചടി എന്ന് പറഞ്ഞാൽ വടി. ചടി എന്ന് പറഞ്ഞാൽ വടി, ഊന്നുവടി. വൃദ്ധന്മാരൊക്കെ അങ്ങനെ നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഊന്നുവടി ഉണ്ടല്ലോ, അവരുടെ ആശ്രയമായിട്ടുള്ള ഊന്നുവടി. അതിനെയാണ് ഇവിടെ ഗുൽസാർ മനോഹരമായി എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഒരു കുട്ടിയുടെ ദൃഷ്ടികോണിലാണ്, അതൊരു കുട്ടിയുടെ കാഴ്ചപ്പാടിലാണ് അദ്ദേഹം ഈ കവിത എഴുതിയിരിക്കുന്നത്. വളരെ മനോഹരമായ ലളിതമായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു ഹിന്ദി കവി, തിരക്കഥാകൃത്ത്, നാടകകൃത്ത്, അതുപോലെ തന്നെ പ്രശസ്ത ചലച്ചിത്ര ഗാന രചയിതാവ് എന്നീ നിലകളിലൊക്കെ, സംവിധായകൻ എന്നീ നിലകളിലൊക്കെ അദ്ദേഹം പ്രശസ്തനാണ്. ബാബ ആർ ബാബ കി ചടി എന്നത് അദ്ദേഹം കുട്ടികളുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് എഴുതുന്ന ലളിതമായ ഒരു കവിതയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലെന്താണ് പറയുന്നത് എന്ന് നോക്കാം. മുതിർന്നവരോട് സ്നേഹത്തോടെ പെരുമാറുക എന്നാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം. മുതിർന്നവരോട് സ്നേഹത്തോടെ പെരുമാറുക, അവർക്ക് ആശ്രയമായി മാറുക, പരസ്പര ബന്ധത്തിൽ സമർപ്പണ ബോധം പുലർത്തുക, അങ്ങനെയൊക്കെയുള്ള സന്ദേശമാണ് നമുക്ക് ഈ കവിതയിൽ നിന്നും ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സാത്ത് സാത്ത് ചലത്തെ ഹേ ദോനോ ബാബ ഓർ ബാബ കി ചടി. സാത്ത് സാത്ത് പറഞ്ഞ ഒന്നിച്ച്, ചലത്തെ ഹേ നടക്കുന്നു, ദോനോം രണ്ടുപേരും, ബാബ ഓർ ബാബ കി ചടി ബാബയും ബാബയുടെ വടിയും. രണ്ടുപേരും ഒന്നിച്ചു നടക്കുന്നു, ബാബയും ബാബയുടെ വടിയും. ഒരാൾ മറ്റൊരാൾക്ക് ആശ്രയമായി കൊണ്ട് രണ്ടുപേരും എല്ലാ സമയവും ഒന്നിച്ചു നടക്കുന്നു എന്നാണ് പറഞ്ഞത്. പഹലെ വോ കഹ്താ ഹേ ചൽ, ചൽ ബാഹർ ചൽത്തേ ഹേ. പഹലെ ആദ്യം, വോ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വഹ് എന്നാണ് കേട്ടോ. വഹ്, പഹലെ വഹ് കഹ്താ ഹേ ആദ്യം അവൻ പറയുന്നു, ചൽ ചൽ ബാഹർ ചൽത്തേ ഹേ നടക്ക്, പുറത്തു പോവണം. ആർ ഉഡാ ലേത്താ ഹേ ചടീക്കോ എന്നിട്ട്, ഉഡാ ലേത്താ ഹേ ചടീക്കോ എന്താണ് എടുക്കുന്നത്? ഉഡാന എടുക്കുക. ഉഡാ ലേത്താ ഹേ ചടീക്കോ, ചടി പറഞ്ഞ വടി, വടി എടുക്കുന്നു. ബിസ്തർ പർ ജോ ലേട്ടി ഹുയി ദേ, ആ വടി എവിടെയാണ് കിടക്കുന്നത്? ബിസ്തർ പർ. ബിസ്തർ പറഞ്ഞ കിടക്കയിൽ, കിടക്കയിൽ കിടക്കുന്ന വടി എടുക്കുന്നു. പുറത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? വൃദ്ധൻ പുറത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് കിടക്കയിൽ കിടക്കുന്ന വടി എടുക്കുന്നു. फिर वो उसका हाथ पकड़ के बाहर लाती है. फिर वो പിന്നീട് അവൻ ഉസ്കാ ഹാത്ത് പക്കടുക്കെ അയാളുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. വടി, വടിയാണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ. സാത്ത് സാത്ത് ചലത്തെ ഹേ ദോനോം രണ്ടുപേരും ഒന്നിച്ച് നടക്കുന്നു. ബാബ ഓർ ബാബ കി ചടി ബാബയും ബാബയുടെ വടിയും. ചടി ബഗാ ദേത്തി ഹേ കോയി ഗലി കാ കുത്ത ബോങ്കേത്തോ. ഗലി കാ കുത്ത എന്ന് പറഞ്ഞാൽ തെരുവ് നായ. കോയി പറഞ്ഞ ഏതെങ്കിലും തെരുവ് നായ. ബൗങ്കേത്തോ, ബൗങ്കിനെ പറഞ്ഞാൽ കുരയ്ക്കുക. ചടി ബഗാ ദേത്തി, അപ്പൊ ചടി എന്താ ചെയ്യുക? ചടി വടി, വടി അതിനെ ഓടിക്കുന്നു. ഏതെങ്കിലും തെരുവ് നായ കുരയ്ക്കുകയാണെങ്കിൽ വടി അതിനെ ഓടിക്കുന്നു. ബാഗ് തലക്ക് ജാത്തേ ഹേ ദോനോ. ബാഗ് പറഞ്ഞ തോട്ടം, തലക്ക് പറഞ്ഞ തക്ക് വരെ, തോട്ടം വരെ. ജാത്തേ ഹേ ദോനോ പോകുന്നു, രണ്ടുപേരും തോട്ടം വരെ പോകുന്നു. വടി ആ വൃദ്ധനായ വ്യക്തിയെയും കൊണ്ട് എവിടെ വരെ പോകുന്നു? തോട്ടം വരെ പോകുന്നു. രണ്ടുപേരും പരസ്പരം സഹായിച്ചുകൊണ്ട്, ഒരാളുടെ സഹായം ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറ്റൂല അല്ലേ, രണ്ടാൾക്കും പരസ്പരം സഹായം വേണം. അങ്ങനെ സഹായത്തോടു കൂടി വളരെയധികം ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് അവർ രണ്ടുപേരും തോട്ടം വരെ പോകുന്നു. ദക്ക് ജായേത്തോ ബാബ അക്സർ, അക്സർ പറഞ്ഞ മിക്ക സമയങ്ങളിലും, മിക്കവാറും ദക്ക് ജായേത്തോ ക്ഷീണിക്കുകയാണെങ്കിൽ, ദക്ക് ജായേത്തോ തോ പറഞ്ഞ എങ്കിൽ, ബാബ ക്ഷീണിക്കുകയാണെങ്കിൽ, ചടീപ്പേ മാത്താ ടേക്ക് കെ, ചടീപ്പേ പറഞ്ഞ പർ, ചടീപ്പർ
മാഥാ ടേക്ക് കെ, ചടി പർ മാഥാ ടേക്ക് കെ പറഞ്ഞാൽ വടിയിൽ തല വെച്ചിട്ട്. ചടി പർ സിർ രഘുക്കർ എന്നാണ് അതിൻ്റെ അർത്ഥം. ടേക്ക് കെ പറഞ്ഞാൽ രഘുക്കർ, രഘുക്കർ പറഞ്ഞാൽ വച്ചിട്ട്. ചടി പർ സിർ രഘുക്കർ വടിയിൽ തല വെച്ചിട്ട്. ബെഞ്ച് പേ ബൈറ്റ് ബി ജാത്താ ഹെ, ബെഞ്ചിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? ഇരിക്കുകയും ചെയ്യുന്നു. അതായത് വൃദ്ധനായ വ്യക്തി ക്ഷീണിക്കുകയാണെങ്കിൽ മിക്കവാറും എന്താ ചെയ്യുക? വടിയിൽ തലയും വെച്ചിട്ട് ഇങ്ങനെ ബെഞ്ചിന്റെ മുകളിൽ ഇരിക്കും. വടി ആശ്രയമായിട്ട് വടീൻ്റെ മുകളിലേക്ക് തലയും വെച്ചിട്ട് ബെഞ്ചിന്റെ മുകളിൽ ഇരിക്കുന്നു. ഇവിടെ പിക്ചർ കാണിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്നത്. വടിയായിട്ടിരിക്കുകയാണ്, വടീൻ്റെ മുകളിലേക്ക് തല വെക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ തല അങ്ങനെ വടീൻ്റെ മുകളിലേക്ക് ആശ്രയമായി വെച്ചുകൊണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നു. ഓക്കെ. चढ़ी ही उड़कर कभी बाबा को दिखाती है नया नया जो बौर आया है नए नए पेड़ों पर. ചടി ഹി ഉടുക്കർ, ചടി എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുന്നു? കബി കബി ബാബാക്കോ ദിഗാത്തി ഹെ, ഇടയ്ക്കിടയ്ക്ക് വടി എഴുന്നേറ്റിട്ട് ബാബയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. ദിഗാത്തി ഹെ, കാണിച്ചു കൊടുക്കുന്നു. ബാബ ക്ഷീണിതനാണ് അല്ലേ, അപ്പൊ വടി എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാണ്? ഇടയ്ക്കിടയ്ക്ക് ബാബയ്ക്ക് കാണിച്ചു കൊടുക്കാണ്. നയാ നയാ ജോ ബൗർ, പുതിയ പുതിയ, ബൗർ പറഞ്ഞ മാമ്പൂവ്, മാവിന്റെ പൂവുണ്ടല്ലോ, മാങ്ങ ഉണ്ടാവുള്ള മാമ്പൂവ്, ആ മാമ്പൂവ് നയാ നയ, പുതിയ പുതിയ മാമ്പൂവുകൾ ഉണ്ടായിരിക്കുന്നതും. നയേ നയേ പേടോം പർ, പുതിയ പുതിയ മരങ്ങൾ, പുതിയ പുതിയ മരങ്ങളിൽ മാമ്പൂ ഉണ്ടായിരിക്കുന്നു എന്നുമാകാം. അല്ലെങ്കിൽ പുതിയ പുതിയ മരങ്ങളെയും പുതിയ പുതിയ മാമ്പൂക്കളെയും ഒക്കെ ഈ വടി ആർക്ക് കാണിച്ചു കൊടുക്കുന്നു? വൃദ്ധന് കാണിച്ചു കൊടുക്കുന്നു. അതായത് ഈ വടി എന്താ വെച്ചാൽ, വടി ഇവിടെ യുവാവിനെ പോലെയാണെന്നാ പറഞ്ഞത്. വടിക്ക് പ്രായം ആയിട്ടില്ല. പ്രായമായത് ആർക്കാണ്? വൃദ്ധന് പ്രായമായിട്ടുണ്ട്. വൃദ്ധൻ ക്ഷീണിച്ചിരിക്കും. വടിക്ക് പ്രായമായിട്ടില്ല, യുവാവാണ്. അപ്പോൾ വടി എന്താണ്? പുതിയ കാഴ്ചകളൊക്കെ അങ്ങനെ നമ്മുടെ വൃദ്ധനായിട്ടുള്ള ഫ്രണ്ട് അല്ലേ, നമ്മുടെ വടിയുടെ ഫ്രണ്ടും കൂടിയാണത്, കൂട്ടുകാരനെ കാണിച്ചു കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് പുതിയ പുതിയ അനുഭവങ്ങളും ജീവിതത്തിൻ്റെ ആവേശവും ഒക്കെയാണ് ഇവിടെ കവി നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പുതിയ പുതിയ അനുഭവങ്ങൾ. മാമ്പൂ ഉണ്ടായിരിക്കുന്നു അല്ലേ, അപ്പോൾ അത് പുതിയതാണ്, അപ്പോൾ പുതിയൊരു അനുഭവം. അതുപോലെ തന്നെ ആവേശമൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. एक कदम जब वो चलती है एक कदम वो चलता है. एक कदम പറഞ്ഞാല് ഒരടി. एक कदम ഒരടി ആര് നടക്കുന്നു? നമ്മുടെ വൃദ്ധനായിട്ടുള്ള ആളിലെ വൃദ്ധൻ ഒരടി നടക്കുന്നു. ഏക്ക് കഥം വോ ചലത്താ, ഒരടി ആര് നടക്കുന്നു? വടിയും നടക്കുന്നു. ഒരടി വടി മുമ്പോട്ടേക്ക് വെക്കുന്ന സമയത്ത് ഒരടി വൃദ്ധന് മുമ്പോട്ടേക്ക് വെക്കുന്നു. ആദ്യം വടി വെച്ചിട്ടാണ് ഇങ്ങനെ നടക്കുക അല്ലേ, വടി ഇങ്ങനെ മുമ്പോട്ടേക്ക് വെക്കും, അതിൻ്റെ കൂടെ തന്നെ വൃദ്ധനും ഒരടി വെക്കും. ആദ്യം വടി ഒരടി വെക്കും, പിന്നെ വൃദ്ധനും ഒരടി വെക്കും. അങ്ങനെ ബാബ ആർ ബാബാക്കി ചടി, ബാബയും ബാബയുടെ വടിയും നടക്കുന്നു എന്നാണ് പറഞ്ഞത്. ദോനോ മേം സേ കോയി അകേല ചൽ നഹീ സക്ത, രണ്ടു പേർക്കും ഒരിക്കലും ഒറ്റയ്ക്ക് നടക്കാൻ കഴിയുകയില്ല. വടിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. വൃദ്ധനും വടിയുടെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് നടക്കാൻ കഴിയുകയില്ല. ഹാത്ത് അഗർ ചൂട്ടേ തോ ദോനോ ഗിർ പടുത്തേ ഹേ. ഹാത്ത് കൈ, അഗർ ചൂട്ടേ തോ ഒരു പക്ഷേ കൈ വിട്ടുപോവുകയാണെങ്കിൽ, ചൂട്ടണ പറഞ്ഞാൽ വിട്ടുപോവുക, വടി വന്ന് പിടുത്തം വിട്ടുപോവുക. അപ്പൊ ഒരു പക്ഷേ കൈ പിടുത്തം വിട്ടുപോവുകയാണെങ്കിൽ ദോനോ ഗിർ പടുത്തേ ഹേ, രണ്ടുപേരും വീഴും. വടി പിടുത്തം വിട്ടാൽ ആ വൃദ്ധന്റെ കയ്യിൽ നിന്നും വടി പിടുത്തം വിട്ട് കഴിഞ്ഞാൽ വടിയും താഴെ വീഴും. വടിയുടെ സഹായമില്ലാത്തത് കൊണ്ട് വൃദ്ധനും താഴെ വീഴും അല്ലേ. അപ്പൊ എന്താണ്? ഹാത്ത് അഗർ ചൂട്ടേത്തോ ദോനോ ഗിർ പടുത്തേ ഹേ, കയ്യിൽ നിന്നും പിടുത്തം വിട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും താഴെ വീണു പോകും. ഇക്ക് ജവാം ഇക്ക് ബൂട്ടാഹേ, ഇക്ക് എന്നുള്ളത് ഇവിടെ ഏക്ക് എന്നാണ് പറഞ്ഞത്. ഏക്ക് പറഞ്ഞ ഒന്ന്, ഒരാൾ എന്താണ്? ജവാനാണ്, യുവാവാണ്. ഒരാൾ യുവാവാണ്, ഒരാൾ വൃദ്ധനുമാണ്. വടിയെ ഇവിടെ യുവാവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ യുവാവാണ്, ഒരാൾ വൃദ്ധനുമാണ്. ബാബ ഓർ ബാബാക്കി ചടി, ബാബയും ബാബയുടെ വടിയും. ഓക്കെ, മനസ്സിലായ എന്താണെന്ന്? ഇത് ഒന്നുകൂടെ ഫുള്ളായിട്ട് എന്താണിതെന്ന് മലയാളത്തിൽ പറഞ്ഞു തരാം. അതായത് ഇവിടെ കവി ഗുൽസാർ വളരെ മനോഹരമായിട്ട് കുട്ടികളുടെ ഒരു ദൃഷ്ടികോണിൽ, കുട്ടികളുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഇവിടെ വടിയെയും അതുപോലെ തന്നെ ഈ വൃദ്ധനായ വ്യക്തിയെയും വിവരിച്ചിരിക്കുന്നത്.
അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വൃദ്ധന്മാരോട് സ്നേഹത്തോടെ പെരുമാറുക, അവർക്ക് സഹായമാവുക, അവർക്ക് ആശ്രയമാവുക എന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ കവി നമുക്ക് നൽകുന്നത്. ബാബയും ബാബയുടെ വടിയും എപ്പോഴും ഒരുമിച്ചാണ് പോകുന്നത്. ബാബയുടെ വടി കിടക്കയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. കിടക്കുന്ന സമയത്ത് ബാബയ്ക്ക് പുറത്തേക്ക് പോകണം. അപ്പം എന്ത് ചെയ്യും ബാബ തൻ്റെ കൂട്ടുകാരനായ വടിയെ എടുത്തിട്ട് പുറത്തേക്ക് നടക്കുന്നു. വടി എന്ത് ചെയ്യുന്നു? വടി ബാബയുടെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇങ്ങനെ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. ബാബയുടെയും ബാബയുടെ വടിയും എപ്പോഴും ഒരുമിച്ചാണ് പോകുന്നത്. രണ്ടുപേരും പൂന്തോട്ടത്തിലേക്ക് പോകും. രണ്ടുപേരും പൂന്തോട്ടത്തിലേക്ക് നടന്നു പോകും. രണ്ടുപേരും കൂടെ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെയുള്ള പുതിയ കാഴ്ചകളൊക്കെ വടി വൃദ്ധന് കാണിച്ചു കൊടുക്കുന്നു. അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു തെരുവ് നായി കാണുകയാണെങ്കിൽ വടി എന്ത് ചെയ്യുന്നു? അതിനെ ഓടിക്കുന്നു. വടി ഉയർത്തിയാൽ തെരുവ് നായ എന്ത് ചെയ്യും? ഓടിപ്പോവില്ലേ? അപ്പോൾ വടിയാണ് അതിനെ ഓടിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ബാബയും ബാബയുടെ വടിയും പൂന്തോട്ടത്തിലെത്തുമ്പോൾ വടി ബാബയ്ക്ക് അവയിൽ വിരിയുന്ന മരങ്ങളിലൊക്കെ വിരിയുന്ന പൂക്കളെ കാണിച്ചു കൊടുക്കുന്നു, മാമ്പൂക്കളെയൊക്കെ കാണിച്ചു കൊടുക്കുന്നു. പുതിയ മരങ്ങളെയും പുതിയ പൂക്കളെയും ഒക്കെ ബാബയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് പുതിയ അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ ആവേശം, അതൊക്കെയാണ് കവി അവിടെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ബാബയുടെയും ബാബയുടെ വടിയും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അവരൊന്നിച്ച് തന്നെയാണ്. രണ്ടുപേരും തമ്മിലുള്ള ദൃഢമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ സൗഹൃദം, അവരുടെ ബന്ധം വളരെ ശക്തമാണ്. ഇവിടെ ചെറുപ്പക്കാരനായിട്ട് വടിയെയും വൃദ്ധനായിട്ടുള്ള ആൾ വൃദ്ധൻ തന്നെ അല്ലേ, വടിയെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ചെറുപ്പക്കാരനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വൃദ്ധന് ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിൽ അവരെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായിട്ടുള്ള വ്യക്തികളുടെ ആവശ്യകത ഉണ്ട് എന്നാണ് കവി നമുക്ക് ഇതിലൂടെ കാണിച്ചു തരുന്നത്. ഓരോ വ്യക്തിയെയും മുമ്പോട്ടേക്ക് നയിക്കാൻ, അവരെ സഹായിക്കാൻ പരിചയസമ്പന്നരായിട്ടുള്ള ഒരു ആളെ ആവശ്യമുണ്ട്. പരിചയസമ്പന്നരായിട്ടുള്ള ഒരാളുടെ ആവശ്യകത നമുക്ക് എപ്പോഴും ഉണ്ട് എന്നുകൂടെ കവി ഇതിലൂടെ വ്യക്തമാക്കുന്നു. ഈ കവിതയിൽ ബാബയുടെയും ബാബയുടെ വടിയുടെയും, അതായത് ഈ ബാബ ആർ ബാബ കി ചടി എന്നതിലൂടെ കവി നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മുതിർന്നവരോട് നന്നായിട്ട് പെരുമാറുക, അവരുടെ വടിയായി മാറുക, പരസ്പര ബന്ധങ്ങളിൽ സമർപ്പണബോധം പുലർത്തുക എന്ന സന്ദേശമൊക്കെയാണ് കവി നമുക്ക് ഈ കവിതയിലൂടെ തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? വളരെ അർത്ഥവത്തായിട്ടുള്ള, ലളിതമായിട്ടുള്ള, ഒരു വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ അർത്ഥവത്തായിട്ടുള്ളതുമായിട്ടുള്ള ഒരു കവിതയാണ് ബാബ ഓർ ബാബ കി ചടി എന്ന കവിത. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഇതിൻ്റെ ഫുൾ മീനിങ് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അതിന് പിന്നാലെ തന്നെ ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ, എല്ലാം നന്നായിട്ട് പഠിക്കുക. എക്സാമിന് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരുന്നത് അതുപോലെയുള്ള ഒരു എക്സാം ക്വസ്റ്റ്യൻ, അതായത് പരീക്ഷാ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൂടെ നിങ്ങൾ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, പല കുട്ടികളും CBSE അതുപോലെ മറ്റു ബുക്കുകളൊക്കെ എടുക്കുമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബുക്കുകൾ പലവിധമുണ്ട്, പല പേരുകളിലുള്ള ബുക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്ക് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ അങ്ങനെ പറയുന്ന സമയത്ത് ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള ബുക്ക്
ബുക്ക് ഏതാണെങ്കിൽ അതിൻ്റെ പേര് നിങ്ങളൊന്ന് ആ ചെയ്യുന്ന സമയത്ത് പേര് നിങ്ങളൊന്ന് എഴുതിയിട്ട് വിടുക. അതല്ലെങ്കിൽ ആ PDF അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുണ്ടെങ്കിൽ തരുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബുക്കിൻ്റെ പേര് നിർബന്ധമായിട്ടും നിങ്ങൾ ആ എഴുതുന്നതിൻ്റെ കൂടെ ഇന്ന ബുക്കാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നത് കൂടെ നിങ്ങളൊന്ന് എഴുതി ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് എനിക്ക് ക്ലാസ് ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.